മൂന്നാമത്തെ കാര്യം, ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. കുട്ടികൾ നേരാവണമെങ്കിൽ തിന്നാൻ കൊടുക്കുന്നത് ഹലാലുമായിരിക്കണം, ത്വയ്യിബുമായിരിക്കണം. ഹലാലായാൽ പോരാ, ത്വയ്യിബും കൂടി ആയിരിക്കണം. എല്ലാ ഹലാലുകളും ത്വയ്യിബാവൂല. എന്താ പ്രശ്നം? ഒന്നുമില്ലല്ലോ. നമ്മൾ തിന്നണതും നമ്മളെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതും ഹലാലായാൽ പോരാ, ത്വയ്യിബും കൂടി ആയിരിക്കണം. എല്ലാ ഹലാലും ത്വയ്യിബാവൂല. ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നി മാംസം കഴിക്കൽ ഹലാലാണ് എന്ന് മദ്രസയിലെ ബുക്കിലുണ്ട്. ത്വയ്യിബാവോ? ഇല്ല. എല്ലാ ഹലാലും ത്വയ്യിബല്ല. ത്വയ്യിബാവണമെങ്കിൽ എന്ത് വേണം? ഏറ്റവും ചുരുങ്ങിയത് അഭിമാനകരമായിരിക്കണം. അഭിമാനമില്ലാത്ത ഭക്ഷണം ത്വയ്യിബാവൂല. ക്ഷണിക്കാത്ത സദ്യക്ക് പോയിട്ട് തിന്നാൽ ഹലാലാവും. കാരണം അയാൾക്ക് തൃപ്തി ഉണ്ടാവും എന്ന് തോന്നിയാൽ ഹലാലാകും, പക്ഷെ ത്വയ്യിബാവൂല. വണ്ടിയായിട്ട് ഇങ്ങനെ പോകരുന്നു. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വലിയൊരു കല്യാണം നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ രണ്ടാൾ എന്ന് ചോറ് വെച്ചിട്ടൊന്നും അയാൾക്ക് കയറൊന്നുമില്ല, ഹലാലാവും. കാരണം എന്താ? അത് പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമുക്ക് എന്തുണ്ട്, റിള തന്നുണ്ട്, ഹലാലാവും. പക്ഷെ ത്വയ്യിബാവൂല. ത്വയ്യിബാകൽ വേറെയാണ്, ഹലാലാകൽ വേറെയാണ്. ഹലാലായാൽ പോരാ, ഭക്ഷണം ത്വയ്യിബായിരിക്കണം. നമ്മൾ കഴിക്കുന്നതും ത്വയ്യിബായിരിക്കണം, മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതും ത്വയ്യിബായിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ കാര്യം, മാതാപിതാക്കൾ മക്കൾക്ക് ജീവിക്കാൻ ആവശ്യമായ ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം. അതാണ് നാലാമത്തെ കാര്യം. ദീനും പഠിപ്പിക്കണം, ദുനിയാവും പഠിപ്പിക്കണം. എത്രയാണോ ദുനിയാവ് പഠിച്ചത് അത്ര ദീനും പഠിക്കണം. ഇല്ലെങ്കിൽ അവസാനം പ്രതിസന്ധി ഉണ്ടാവും. 2ഉം 3-ാം ക്ലാസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരാൾ സ്കൂളിലേക്കും 3-ാം ക്ലാസ്സിലേ പോയിട്ടുള്ളൂ, മദ്രസയും 3-ാം ക്ലാസ്സിലേ പോയിട്ടുള്ളൂ. ഓനോട് അള്ളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചാൽ ചീമക്കൊന്നമെന്ന് വഴിന് വെട്ടും. എന്നിട്ട് അടുത്തേക്ക് വാനയ്ക്കാൻ പറഞ്ഞുതരാമെന്ന് പറയും. ഓൻ്റെ ഈമാൻ തെറ്റൂല. എൻ്റെ കാര്യം 2ഉം 3-ാം ക്ലാസ്സാണ്, ഒരു കുഴപ്പമില്ല. അല്ല, സ്കൂള് 10-ലെത്തിയിട്ടുണ്ടെങ്കിൽ മദ്രസ 10-ലെത്തിയില്ലെങ്കിൽ ഇതൊക്കെ ചില പുരോഹിതന്മാർ ഉണ്ടാക്കി തീർത്ത വേലകളാകുന്നു എന്ന് തോന്നും. 2 ഒരേ മാതിരിയാണ് പഠിച്ചില്ലെങ്കിൽ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇസ്ലാം ദീനും പരിശുദ്ധ ഖുർആനും ഒരു മനുഷ്യനോട് സംസാരിക്കുക അയാളുടെ ഉള്ള വിവരത്തിനനുസരിച്ചാണ്. ഇല്ലാത്ത വിവരം വെച്ച് സംസാരിക്കൂല. ഒരാളുടെ വിവരം എവിടെ നിൽക്കണ വെച്ചാൽ അതിനനുസരിച്ചാണ് ഹദീസും ആയത്തൊക്കെ അയാളോട് സംസാരിക്കുക. കാരണം അത് വഹയിൻ്റെ ഇൽമാണ്. അത് എല്ലാ സമയത്തും വർത്തമാനകാലമാകുന്നു വഹയിൻ്റെ ഇൽമ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്നറിയില്ല. വഹയിൻ്റെ ഇൽമ ഖുർആനിലുള്ള ഒരായത്ത് അള്ളാഹ് പണ്ടെന്നോ പറഞ്ഞതല്ല, പിന്നെയോ അള്ളാഹുവിൻ്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ്, എപ്പോഴും പറയുന്നതാണ്. അത് ഹാലാണ്, ഈ സമയമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നോൽമ്പ് നിൽക്കാൻ വേണ്ടി പറഞ്ഞ ആയത്തുണ്ട് സൂറത്തുൽ ബഖറയിൽ. കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടി. കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ആരെ മേലിൽ? നമ്മളെ മേലിൽ, ഇരിക്കണ നമ്മളെ മേലിൽ. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നമ്മളെ മുന്നേ കഴിഞ്ഞ വാപ്പിയും വല്ലിപ്പില്ലേ, ഓൽക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടി. 2022 മുത്തഖീങ്ങൾ ഉണ്ടാവും. എന്തേ കാരണം? ഈ കൊല്ലം റമദാനിൽ നോൽമ്പുണ്ടായിട്ടുണ്ട്. മനസ്സിലായോന്നറിയില്ല. നമുക്ക് തോന്നും കാലഘട്ടമൊക്കെ ആകെ ഫസാദായി, ഇനി നല്ലോരൊന്നും ഉണ്ടാവില്ലാന്ന്. തെറ്റാണത്. ഇക്കൊല്ലം മുത്തഖി ഉണ്ടാവും. എന്തേ കാരണം? ഇക്കൊല്ലം നോൽമ്പുണ്ടായിട്ടുണ്ട്. ഇതാണ് വർത്തമാനകാലം എന്ന് പറഞ്ഞത്. ഖുർആൻ്റെ എല്ലാ ആയത്തുകളും വർത്തമാനകാലമാണ്. ഇതൊരാൾക്ക് മനസ്സിലാകണമെങ്കിൽ 2 വിവരവും ഒരേപോലെ സഞ്ചരിക്കണം. ഭൗതികമായി ഒരാൾക്ക് എത്ര വിവരമുണ്ടോ അതിനനുസരിച്ച് ദീനും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് എങ്ങനെയാണ് ഇത് ശരിയാകുന്നത് എന്ന് മനസ്സിലാകുന്നത്. 2022 മുത്തഖി ഉണ്ടാവും, പക്ഷേ 2021 മുത്തഖിൻ്റെ മാതിരി ആകൂല 22 മുത്തഖി. 20 മുത്തഖിയുടെ മാതിരി ആവില്ല.
921 മുത്തക്കിൻ്റെ മാതിരി ആവില്ല 22 മുത്തക്കി. 1800 മുത്തക്കിയുടെ മാതിരിയല്ല 2022 മുത്തക്കി. 2022 എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലഘട്ടം. എന്താ കാലഘട്ടം? ടർഫ് കാലഘട്ടം. അന്നും മുത്തക്കി ഉണ്ടാവും. ടർഫ് കാലഘട്ടത്തിലെ മുത്തക്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരേക്കാരം മഗ്‌രിബ് ബാങ്ക് കൊടുത്താലുണ്ട് കയറിപ്പോരും. മനസ്സിലായില്ലല്ലോ. മനസ്സിലാകുകയാണെങ്കിൽ തലെങ്കിലൊന്നും ഇളകേണ്ടതായിരുന്നല്ലോ. 2022 എന്ന് പറഞ്ഞാൽ ഏതാ കാലഘട്ടം? ടർഫ് കാലഘട്ടം. ഇതാണല്ലോ ഇപ്പോൾ 2022. തറാബി കഴിഞ്ഞിട്ട് അച്ചാർ തിന്നാൻ പോണ കാലഘട്ടം. അതാണല്ലോ 2022 പറഞ്ഞാൽ. അങ്ങാടി കൂടെ ടൗസർ ഇട്ട് നടക്കുന്ന കാലഘട്ടം. അതാണല്ലോ 2022 പറഞ്ഞത്. ആ കാലത്തും മുത്തക്കിങ്ങൾ ഉണ്ടാവും. കാരണം എന്തേ? ആ കാലത്ത് റമദാനിൽ നോൽമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ കാലത്ത് നോൽമ്പ് വിൽക്കാൻ പറഞ്ഞത് ഈ കാലത്തെ മുത്തക്കിങ്ങൾ ഉണ്ടാക്കാനാണ്. അപ്പം നമ്മക്ക് തോന്നും ചെറുപ്പക്കാരൊക്കെ ആകെ നശി കുശായി കേടുന്നു എന്ന്. അങ്ങാടിത്തെ പള്ളിക്ക് റമദാൻ മാസത്തിൽ ഹൗലക്ക് വെള്ളം അടിച്ചിട്ട് തികയാതിരുന്നത് വയസ്സന്മാർ നിക്കരിച്ചിട്ടല്ല, ചെറുപ്പക്കാർ കാര്യമാണ് നിക്കരിച്ചിട്ടാണ്. പിന്നെ എന്താ പ്രശ്നം എന്നറിയങ്ങൾ? എല്ലാ കാലത്തെയും മുത്തക്കിങ്ങൾ ഒരുപോലെയാകൂല. ഇക്കാലത്തെ മുത്തക്കിങ്ങൾ ഉണ്ടാക്കണം. ഈ കാലത്തെ മുത്തക്കിങ്ങൾ ഉണ്ടാക്കലേ നമ്മളെ പണി. അതുണ്ടാക്കണം. അതിനെന്ത് വേണം? പ്രായോഗികമായി അവരുടേതായ ഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കഴിയണം. അതന്നെ പ്രധാനം. അതുകൊണ്ട് ദീനീ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പഠനം അവസാനിക്കാത്തതാണ്. എത്ര കണ്ട് ഭൗതിക വിജ്ഞാനമുണ്ടോ അത്ര കണ്ട്. പഴയ കാലത്ത് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു ഫത്തുൽ മൊയ്യിൻ്റെ കുറച്ച് ഭാഗമോ അല്ലെങ്കിൽ ഒരു മുത്തഫരീദും നൂറുൽ അബ്സാറും ഓതാത്ത ഒറ്റ കന്നൂട്ടുകാരനും ഉണ്ടാവില്ല. ഇന്ന് നമുക്ക് 5ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് സമസ്തൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടും. 7ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് 12 വയസ്സേ ആയിട്ടുള്ളൂ, സമസ്ത 2 സർട്ടിഫിക്കറ്റ് തരും. ആ 2 സർട്ടിഫിക്കറ്റും റബീഉൽ അവ്വൽ 12-ന് ഉസ്താദുമാർ ഫ്രെയിം ചെയ്തിട്ട് തരും. കൊണ്ടുപോയിട്ട് തൂക്കിയാൽ മതി. അത്യാവശ്യം പെൺകുട്ടിനെ കാണാൻ വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ 2 സർട്ടിഫിക്കറ്റ് ധാരാളമായി. ഇതാണ് സംഭവം. ഇതന്നെ സംഭവം. എന്നിട്ട് പിന്നെ മയ്യത്ത് കരിച്ചാൽ നിന്ന് തക്ബീർ കിട്ടിയാൽ 3ാമത്തെ തക്ബീറിൻ്റെ ശേഷം എന്തായിരുന്നു എന്ന് കുറ്റിയില്ല. ഓനൊരു കുറ്റിയില്ല. എന്തായിരുന്നു 3ാമത്തെ തക്ബീറിന് ശേഷം എന്ന്? പഠിച്ചായിട്ടാ? അല്ല. പഠിച്ചത് ഞാൻ ഈ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്ന 12 വയസ്സിന് മുമ്പാണ് പഠിച്ചത് എന്നുള്ളതാണ് കാരണം. 12 വയസ്സിന് ശേഷമാണ് ഒരാൾ ഞാൻ പഠിക്കുന്നത് എൻ്റെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുള്ളൂ. അതിൻ്റെ മുമ്പ് വാപ്പാക്ക് വേണ്ടിയേ പഠിക്കുള്ളൂ, ഇമ്മാക്ക് വേണ്ടിയേ പഠിക്കുള്ളൂ, ഉസ്താദുമാർക്ക് വേണ്ടിയിട്ടേ പഠിക്കുള്ളൂ. അവനാന് വേണ്ടി പഠിക്കൂല. അതിൻ്റെ മുമ്പാണ് പഠിച്ചത് എന്നുള്ളതാണ് കാരണം. അതിൻ്റെ ശേഷം പഠിക്കുന്നതാണ് ജീവിതത്തിലുണ്ടാകുക. അതുകൊണ്ട് 3ാം ക്ലാസ്സാണ് 2 ഉച്ച ഒരു കുഴപ്പമില്ല. ഭൗതികമായി ഒരാൾ സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സയൻസ് എന്താണെന്ന് അവൻ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ കുറച്ചുകൊണ്ട് എത്തിയാൽ വഴിയാണ് മുട്ടും. ഒരാൾ കോമേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മാത്തമാറ്റിക്സ് എന്താണ്, 33-ൻ്റെ രഹസ്യം, എന്താണ് 34-ൻ്റെ രഹസ്യം, എന്താണ് 10-ൻ്റെ രഹസ്യം, എന്താണ് 40-ൻ്റെ രഹസ്യം, എന്താണ് 70,000-ൻ്റെ രഹസ്യം, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കണക്കുകളുടെ രഹസ്യം എന്താണെന്ന് അവൻ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റൂല. തന്നെ സംഗതി. എന്ത് ഭൗതികം പഠിച്ചാലും അത്ര ദീൻ പഠിക്കണം. അപ്പോൾ പഴമക്കാരായ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ സംവിധാനം ഉണ്ടായിരുന്നു. എന്തില്ലെങ്കിലും അത്യാവശ്യം ഫത്തുൽ മൊയ്യിന്നൊരു നിസ്കാരത്തിൻ്റെ ബാബെങ്കിലും ഓതിയിട്ടുണ്ടാവും. ഇന്നില്ല. നമ്മളൊക്കെ തഹസിലായി എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഒന്ന് നാട്ടുകാരുട്ടികളെ ദർശനം എവിടെ ഇല്ലാതായിട്ടുണ്ട്. ഉള്ളോടത്ത് തന്നെ ആരോട്ട് പറഞ്ഞേക്കൂല. 1 മണിക്കൂർ മതി, തോനെ വേണ്ട. അതിൻ്റെ ഒരു ബർക്കത്തുണ്ടാവും. ഇഷാമാരിവിൻ്റെ ഇടയിൽ ആകെ ഉള്ളത് 1 മണിക്കൂറും 10 മിനിറ്റുമാണ്. മഗ്‌രിബി ബാങ്ക് കൊടുത്ത് ഇഷാ ബാങ്കിൻ്റെ ഇടയിലുള്ള ആകെ സമയം 1 മണിക്കൂറും 10 മിനിറ്റുമാണ്. ചിലപ്പോൾ 9 ആവും, ചിലപ്പം 11 ആവും. ശരാശരിയിൽ 10 മിനിറ്റുമാണ്. അതിൽ 15 മിനിറ്റ് മഗ്‌രിബ് നിസ്കരിക്കാനും ദ്വാരക്കാനും ഒക്കെ കൂടി വേണം. ബാക്കി 55 മിനിറ്റ് മതി. അതിൻ്റെ ഒരു ബർക്കത്തുണ്ടാവും. ഒന്നും വേണ്ട, റിയാദുസ്സാലിയും കുറച്ച് ഓതിയാൽ മതി, വേണ്ടേ ഫത്തുൽ മൊയ്യിന്ന് ഒരു പേജ് ഓതിയാൽ മതി. അതിൻ്റെ ഒരു ബറക്കത്ത് ജീവിതത്തിലുണ്ടായിരിക്കുമെന്നതാണ്. അതില്ലാതെയാകുന്നു. അതുകൊണ്ട് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. പക്ഷെ നിർത്തിയേ പറ്റൂ. നമ്മൾ നിലനിർത്തിയേ പറ്റും. അങ്ങനത്തെ ഒരു ബോധങ്ങളുണ്ട്. അത് മനുഷ്യന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കണം.